എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടി വന്നേക്കണം. ഇങ്ങനത്തെ ഏതെങ്കിലും ഫംഗ്ഷൻസ് വേണ്ടി വരുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും കാണുന്നത്. അങ്ങനെ എല്ലാവരും കണ്ട് സംസാരിച്ചു. ഇതാണ് എൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു, മോതിരക മാറ്റമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അവിടെ നിന്നിട്ട് പിന്നെ അവരെ പേഴ്സണൽ ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോസ്റ്റ് അടിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനും എൻ്റെ അനിയത്തി എല്ലാവരും കസിൻസ് എല്ലാവരും പുറത്തോട്ട് പോയി ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും എൻ്റെ അനിയത്തി പറഞ്ഞിട്ടതാണ് ഡ്രസ്സ്. അതല്ലാണ്ട് എൻ്റെ കസിൻ ഇതേ കളർ ഡ്രസ്സിൽ തന്നെ വന്നു. അത് ഒരു പെണ്ണിൻ്റെ ആങ്ങളെയും പെങ്ങളും ഒക്കെ അതേ കളർ തന്നെയായിരുന്നു. എല്ലാവരും വിചാരിച്ചു കോഡാണെന്ന്. പക്ഷേ കോഡല്ല, അൺഎക്സ്പെക്റ്റഡ്ലി ഞങ്ങൾ ഇട്ടതാണ്. പിന്നെ ഞങ്ങൾ നേരെ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. നേരെ ബിരിയാണി ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ലോണം കഴിക്കുകയും ചെയ്തു. കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ പെണ്ണ് വീണ്ടും ഡ്രസ്സ് മാറ്റി നെക്സ്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും സ്റ്റാറ്റസ് ഇടാൻ വല്ല ഫോട്ടോ വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ വേഗം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ നേരെ പോയി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നു. 1 hours ലേറ്റർ ആയപ്പോൾ എനിക്ക് ഐസ്ക്രീം കിട്ടി. എന്നിട്ട് ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. പെട്ടെന്നാണ് കറണ്ട് പോയി, നല്ല മഴയും പെയ്തു. നമ്മുടെ രംഗണ്ണനെ കണ്ട് ഏട്ടാ മോനെ സീന്. സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കണം വേണ്ടെന്നുള്ള ചിന്തയിലായിരുന്നു. ഇന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലിപ്സ്റ്റിക് എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഗ്രീൻ റൂമിൽ കയറിയിട്ട് ഒന്നുകൂടി ഒന്ന് ടച്ചപ്പ് ചെയ്യാന്ന് ചോദിച്ചു. എന്നിട്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തു.